2022 തെന്നിന്ത്യ മുഴുവൻ ഇളക്കിമറിച്ച ചിത്രമായിരുന്നു കമൽഹാസൻ നായകനായ വിക്രം. കമലിനൊപ്പം വിജയ് സേതുപതി മുതൽ ഫഹദ് ഫാസിൽ വരെയുള്ള വലിയൊരു താരനിരയുണ്ടായിരുന്നെങ്കിലും വിക്രം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓടി വരുന്ന സിനിമയിൽ വെറും 5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു കഥാപാത്രമായിരിക്കും റോളക്സ്. വിക്രം എന്ന സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റാൻ സൂര്യയുടെ ഈ ക്യാമിയോ റോളിന് കഴിഞ്ഞു. ഈ വർഷവും പതിവ് തെറ്റിയില്ല. അതിഗംഭീരമായ ക്യാമിയോ റോളുകൾ കൊണ്ട് നിരവധി സിനിമകൾ തിയേറ്ററുകളെ ഇളക്കിമറിച്ചു. 2023 സൂപ്പർ ഹിറ്റ് ക്യാമിയോ റോളുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷങ്ങളിലേറ്റ തിരിച്ചടികളിൽ നിന്നും ബോളിവുഡിനെ കിങ് ഖാൻ പിടിച്ചുയർത്തിയ വർഷമായിരുന്നു ഇത്. ഷാരൂഖ് നായകനായ പഠാനും ജവാനും 1000 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത്. ഇരു ചിത്രങ്ങളിലും പ്രേക്ഷകർ ഏറ്റെടുത്ത ഗംഭീര ക്യാമിയോ റോളുകളും ഉണ്ടായിരുന്നു. പഠാനിൽ നായകനായ പഠാനെ റഷ്യൻ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ഷാരൂഖിനെ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്ന അവസ്ഥയിലെത്തി. അപ്പോൾ ഷാരൂഖിനെ രക്ഷിക്കാൻ ദൈവത്തുന്നു സൽമാൻ ഖാൻ ടൈഗറായി. പിന്നീട് ഇരുവരും ഒന്നിച്ചു നിന്നൊരു ഫൈറ്റ് സീനും. ഖാൻമാർ ഒന്നിച്ചുള്ള രംഗങ്ങൾ തിയേറ്ററുകളിൽ ആഘോഷം തീർത്തു. ജവാനിലേക്ക് വന്നാൽ നായകന്റെ അല്ല, സൂപ്പർ നായികയുടെ ക്യാമിയോ ആയിരുന്നു ദീപിക പദുക്കോൺ. സിനിമയുടെ രണ്ടാം പകുതിയിൽ വന്നുപോകുന്ന കഥാപാത്രം നായകൻ ഷാരൂഖിനും നായികൻ നയൻസിനും ശ്രദ്ധ നേടി. ഷാരൂഖിനൊപ്പമുള്ള ഒരു ഫൈറ്റോട് കൂടിയുള്ള ഇൻട്രോയും ഒരു സോങ്ങും ഇമോഷണൽ രംഗങ്ങളുമെല്ലാമായി ദീപികയ്ക്ക് അതിഗംഭീരമായ ഒരു കഥാപാത്രമായിരുന്നു അറ്റ്ലി ഒരുക്കി വെച്ചിരുന്നത്. പഠാനിൽ ഷാരൂഖിനെ രക്ഷിക്കാൻ സൽമാൻ വന്നല്ലോ. ഇനി SRKയുടെ ഊഴം. സല്ലുവിൻ്റെ ടൈഗർ 3യിൽ നായകൻ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ പഠാൻ എത്തുകയാണ് രക്ഷകനായി. നിമിഷ നേരങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഷാരൂഖിൻ്റെ കിടിലൻ ക്യാമിയോ. അതുകൊണ്ടും കഴിഞ്ഞില്ല. സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഹൃതിക് റോഷന്റെ കബീർ കൂടി വരുമ്പോൾ സ്പൈ യൂണിവേഴ്സ് ആരാധകർക്ക് അതൊരു ആഘോഷമായി മാറുന്നുണ്ട്. 2023 ബോളിവുഡിലെ ഹിറ്റ് ക്യാമിയോകൾ ഇതൊക്കെയായിരുന്നുവെങ്കിൽ തെന്നിന്ത്യ മുഴുവൻ ആരവം തീർത്തത് മറ്റു 2 ക്യാമിയോകൾ കൊണ്ടാണ്. രണ്ടും ഒരേ സിനിമയിലേത്. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ജയിലർ. ഏതൊക്കെ ക്യാമിയോസ് ആണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ലാലേട്ടനും ശിവരാജ് കുമാറും. രജനീകാന്തിൻ്റെ വൺ മാൻ ഷോ ആയ സിനിമയിൽ കുറച്ചു നേരം മാത്രമേ ഉള്ളൂവെങ്കിലും ഉള്ള രംഗങ്ങൾ കൊണ്ട് ആരാധകരെ ആവേശത്തിൽ ആഴ്ത്തുന്നതായിരുന്നു 2 വേഷങ്ങളും. വില്ലനായ വർമ്മനുമായുള്ള ക്ലാഷിൽ രജനീകാന്തിൻ്റെ മുത്തുവേൽ സഹായത്തിനായി എത്തുന്നതാണ് ശിവരാജ് കുമാറിന്റെ നരസിംഹയുടെ അടുത്തേക്ക്. വളരെ സിമ്പിളെന്ന് തോന്നിപ്പിക്കുന്ന ഇൻട്രോ ആയിരുന്നു ശിവരാജ് കുമാറിന് നെൽസൺ ഒരുക്കിയത്. എന്നാൽ അവിടെ കുറച്ച് നിരാശരായ ആരാധകർക്ക് ക്ലൈമാക്സിൽ ശിവരാജ് കുമാറിൻ്റെ ഒരു സെക്കൻഡ് ഇൻട്രോയും സെറ്റാക്കി വെച്ചിരുന്നു നെൽസൺ. അങ്ങ് കർണാടകയിൽ മാത്രമല്ല, ഇങ്ങ് കേരളത്തിൽ പോലും ശിവരാജ് കുമാറിൻ്റെ സെക്കൻഡ് ഇൻട്രോ ആഘോഷിക്കുന്നു. സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ മുത്തുവേലിനെ സഹായിക്കാനായാണ് മോഹൻലാലിനെ മാത്യു എത്തുന്നത്. മുംബൈയിലെ സ്മഗ്ലറായ മാത്യുവിൻ്റെ ഇൻട്രോ തന്നെ ആരാധകർക്ക് രോമാഞ്ചം നൽകുന്നതാണ്. ബ്രേക്കിംഗ് ബാഡ്, പീക്കി ബ്ലൈൻഡേഴ്സ് തുടങ്ങിയ വിദേശ സീരീസുകളുമായാണ് പലരും മാത്യുവിൻ്റെ ഇൻട്രോയെ താരതമ്യം ചെയ്തത്. കുറച്ചു നാളായി മോഹൻലാൽ എന്ന താരത്തെ ആഘോഷിക്കാൻ കഴിയാതിരുന്ന മലയാളികൾക്ക് മാത്യു ഒരു ഉത്സവമായിരുന്നു. കോസ്റ്റ്യൂം മുതൽ ലാലേട്ടൻ്റെ എന്താ മോനെ എന്നുള്ള ഡയലോഗ് വരെ അവർ ആഘോഷിച്ചു. മാത്യുവിൻ്റെ ഒരു സ്പിൻ ഓഫ് വേണമെന്ന ആവശ്യം പോലും പലരും ഉയർത്തി. സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങളിൽ മൂവരും ഒന്നിച്ചു വരുന്നതോടെ തിയേറ്ററുകൾ അക്ഷരാർത്ഥത്തിൽ ഇളകി മറിഞ്ഞു. 2023 ക്യാമിയോ ആഘോഷങ്ങൾക്ക് ഒരു ഗംഭീര സീക്വൽ തന്നെയായിരിക്കും 2024. ഓസ്ലറിലെ മമ്മൂക്കയുടെ ക്യാമിയോ മുതൽ കമൽ മണിരത്നം ചിത്രമായ തഗ് ലൈഫിലെ ദുൽഖറിൻ്റെ ക്യാമിയോ വരെ. അങ്ങനെ ഒഫീഷ്യലും അൺഒഫീഷ്യലുമായ നിരവധി ക്യാമിയോ റോൾസാണ് അടുത്ത വർഷത്തേക്കായി കാത്തിരിക്കുന്നത്. നമുക്കും കാത്തിരിക്കാം അണിയറയിലെ മികച്ച സിനിമകൾക്കും അതിലെ ഗംഭീര ക്യാമിയോ റോളുകൾക്കുമായി.